എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തവുമില്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ദിവസവും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളായിട്ടുള്ള സഹോദരന്മാർക്ക്, സഹോദരിമാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അനുഭവം പെട്ടെന്ന് അങ്ങനെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്. ലേഖ സഹോദരിയാണ് അയച്ചു തന്നിട്ട് കൊല്ലത്തു നിന്നാണ്. ഞാൻ അങ്ങയെ ഭഗവാനായിട്ട് അടുത്ത ആളായിട്ടാണ് കാണുന്നത്. വളരെ വിഷമത്തോടെയാണ് ഞാനിപ്പോൾ അനുഭവം എഴുതുന്നത്. കാരണം എൻ്റെ ഭർത്താവ് കുവൈറ്റിലാണ്. അവിടെയൊക്കെ യുദ്ധത്തിൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു അനുഭവം ഭഗവാനോട് പറയാമെന്ന്. കഴിഞ്ഞ എൻ്റെ ജന്മനാളിൽ അന്ന് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ ചെന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അർച്ചന പ്രസാദം വാങ്ങാൻ തിരുമേനി വരാൻ വേണ്ടി കുറച്ച് കാത്തു നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ കണ്ണനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ ജന്മനാളാണ് കേട്ടോ കണ്ണാ, എനിക്ക് എന്താണ് സമ്മാനമായിട്ട് തരുന്നതെന്ന്. അതും പറഞ്ഞ് ഞാനും മോളും പുറത്തേക്ക് ഇറങ്ങി. ബാക്കി എല്ലായിടവും തൊഴുതു. അവിടെയുള്ള പടിക്കെട്ടിലിരുന്നു. ഞങ്ങളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു, വെണ്ണ വേണോന്ന്. എനിക്ക് കിട്ടിയതാ, ഇന്നാ എടുത്തോ എന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ ഇലയിൽ കുറച്ച് വെണ്ണ. എനിക്ക് കണ്ണൻ തന്ന പിറന്നാൾ സമ്മാനം തന്നെ. കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഇത്ര ചെറിയ അനുഭവം പോലും നമുക്കൊക്കെ എത്ര സന്തോഷം തരുന്നുണ്ടല്ലേ. ആ, എന്താ പറയേണ്ടത്, നിങ്ങൾ വെണ്ണയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അമ്മയും മകളും പടിക്കെട്ടിലിരിക്കുമ്പോൾ ആ കൈവെള്ളയിൽ വന്ന ആ വെണ്ണ, അത് ഭഗവാൻ കൊടുത്തു തന്നെയാണ്. ലേഖയ്ക്ക് സന്തോഷാവണം. ഇപ്പം സങ്കടപ്പെടാനുള്ള കാര്യങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ല. എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും നമ്മളെ തകർക്കാനൊന്നും ആർക്കും ആവില്ല. അപ്പം ലേഖ ബാക്കിയുള്ള പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും സഹോദരന്മാരും എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് നടക്കുന്നതിലും ഗംഭീരമായിട്ടാണ് പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്. ഒന്നും പറയാനില്ല. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തവുമില്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ദിവസവും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളായിട്ടുള്ള സഹോദരന്മാർക്ക്, സഹോദരിമാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അനുഭവം പെട്ടെന്ന് അങ്ങനെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്. ലേഖ സഹോദരിയാണ് അയച്ചു തന്നിട്ട് കൊല്ലത്തു നിന്നാണ്. ഞാൻ അങ്ങയെ ഭഗവാനായിട്ട് അടുത്ത ആളായിട്ടാണ് കാണുന്നത്. വളരെ വിഷമത്തോടെയാണ് ഞാനിപ്പോൾ അനുഭവം എഴുതുന്നത്. കാരണം എൻ്റെ ഭർത്താവ് കുവൈറ്റിലാണ്. അവിടെയൊക്കെ യുദ്ധത്തിൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു അനുഭവം ഭഗവാനോട് പറയാമെന്ന്. കഴിഞ്ഞ എൻ്റെ ജന്മനാളിൽ അന്ന് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ ചെന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അർച്ചന പ്രസാദം വാങ്ങാൻ തിരുമേനി വരാൻ വേണ്ടി കുറച്ച് കാത്തു നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ കണ്ണനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ